ഒരു മഹാഭാരതം തന്നെയാണ്, മഹാസമുദ്രമാണ്, അനവധി കഥാപാത്രങ്ങളാണ്. അത് തമ്മിലൊക്കെ കൂടിയിട്ടുള്ള ബന്ധം ഇത് മനസ്സിലാക്കണമെങ്കിൽ നിരന്തരം വായിച്ചിരിക്കുന്ന വേണം. ഒന്നാമത് മഹാഭാരതം എന്നുള്ളത് നിരന്തരം വായിക്കാനുള്ള ഒരു ഗ്രന്ഥമല്ല. ഭാഗവതമാണ് സാധാരണ. ഭാഗവതം അതുപോലെ രാമായണം ഇത് സ്ഥിരമായിട്ട് വായിച്ചാൽ മതി. ഭാഗവതത്തിലുണ്ട് എല്ലാം. കുറേയും ഭക്തി നിർഭരാണ്. ഭാഗവതം എന്ന് പറഞ്ഞാൽ പുരാണമാണ്. 18 പുരാണങ്ങളുള്ള ഒരു പുരാണമാണ്. ഭക്തിക്ക് ഏറ്റവും കേവലം പുരാണമാണ്. പുരാണത്തെ കഴിഞ്ഞേ വേറൊന്നുള്ളൂ. പുരാണത്തിനോട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത് ക്ഷേത്രവും. പുരാണം ക്ഷേത്രം ഈ രണ്ടെണ്ണാണ് ഭക്തിയിലെ മാനദണ്ഡങ്ങൾ. പക്ഷേ മഹാഭാരതം അതല്ല, അത് ഇതിഹാസമാണ്. ഇതിഹാസം എന്ന് പറയുന്നത് ശ്രുതി, സ്മൃതി, പുരാണം, ഇതിഹാസം, ആചാരം, ഇങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കണം. ശ്രുതിച്ച വേദം തന്നെ. വേദത്തിനുണ്ടായതാണ് സ്മൃതി, സ്മൃതിയിൽ നിന്ന് ഉണ്ടായതാണ് പുരാണങ്ങൾ, പുരാണത്തിനുണ്ടാവുന്നതാണ് ഇതിഹാസങ്ങൾ, ഇതിഹാസത്തിനുണ്ടാവുന്നതാണ് ആചാരങ്ങൾ. ആചാരം അനുഷ്ഠിച്ചെന്നെങ്കിൽ തന്നെ നമ്മൾ വൈദികമായിട്ടുള്ള സനാതന ധർമ്മത്തിലുള്ള ഒരു ജീവിതമാണ് നയിക്കുന്നത്. ആചാരങ്ങൾ അനുഷ്ഠിക്കുക. വലിയ ആചാരമൊന്നും വേണ്ട, നമ്മൾ നിത്യധാനമായിട്ടുള്ള ആചാരങ്ങൾ അത് മതി. അത്യാവശ്യം ക്ഷേത്രദർശനം, അത്യാവശ്യം വേണ്ടതായിട്ടുള്ള വ്രതങ്ങൾ, ഏകാദശി വ്രതം, സോമവാരം, അങ്ങനെ ചില കാര്യങ്ങൾ നോക്കുക. വിചിത്രമായിട്ടുള്ള ജീവിതം നയിക്കുക. ഭഗവത് കഥകൾ വൈകുന്നേരം വിളക്ക് വയ്ക്കുക, രാവിലെ ഒന്ന് വിളക്ക് വയ്ക്കുക വീട്ടിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ ആയാൽ തന്നെ അതൊരു ചിട്ടയായിട്ടുള്ള ജീവിതമായി. അത് നമ്മുടെ സനാതന ധർമ്മപ്രകാരമുള്ള ഒരു ജീവിതമാണ്. എന്താണ് ഈ ധർമ്മം എന്നുള്ള അനുശാസിക്കുന്ന ധർമ്മശാസ്ത്രമുണ്ട്. അതിന് സ്മൃതി എന്ന് പറയും. സ്മൃതി പഠിക്കാനൊന്നും നമുക്ക് യോഗ്യതയില്ല. അപ്പൊ സ്മൃതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് പുരാണങ്ങൾ. ആ പുരാണത്തെ പാരായണം ചെയ്താൽ മതി. അപ്പൊ നിഗൂഢങ്ങളായിരിക്കുന്ന വേദാർത്ഥങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വളരെ എളുപ്പത്തിൽ. അതായത് പുരാണങ്ങൾ കഥാരൂപത്തിലാണ്. അതാണ് അതിൻ്റെ സൗന്ദര്യം. വേദങ്ങളും സ്മൃതികളും എന്നൊക്കെ പറഞ്ഞാൽ മഹാപണ്ഡിതന്മാർക്കുള്ള സംഭവങ്ങളാണ് അതൊക്കെ. അതും സാധാരണ വ്യക്തി പഠിച്ചോ പഠിപ്പിക്കാനോ മനസ്സിലാക്കാനോ സാധിക്കുന്ന കാര്യങ്ങളല്ല. അതൊക്കെ ഉത്തമന്മാരായിട്ടുള്ള ആൾക്കാർക്കുള്ളതാണ്. സാധാരണ വ്യക്തികൾക്ക് പുരാണമാണ്. ആ പുരാണം കഥാരൂപത്തിലാണ്, ഭഗവത് കഥകളാണ്. അതിൽ കൂടി ബ്രഹ്മതത്വത്തിനെ മനസ്സിലാക്കാനുള്ള വഴികളാണ് പുരാണങ്ങളിൽ. അപ്പോ ഇവിടെ ഒരുപാട് കഥാപാത്രങ്ങളാണ്. ഇതിലിപ്പോ എന്താ രസം വെച്ചാൽ ഈ ദുര്യോധനന്റെയും ധൃതരാഷ്ട്രയും ഒരേ ചിന്താഗതിയാണ്. മാമക പാണ്ഡവ ശൈവ, എന്റെ ആൾക്കാരും പാണ്ഡവരും എന്ന് പറഞ്ഞ അതേ ധ്വനിയാണ് യുധിഷ്ഠിരൻ ദുര്യോധനൻ ദ്രോണാചാര്യൻ എന്ന് പറയുന്ന തപശിഷ്യേന ധീമത. ഒരേ ബുദ്ധിയ രണ്ടുപേരും. തപശിഷ്യേന ധീമത, ധീമനായിരിക്കുന്ന അങ്ങയുടെ ശിഷ്യൻ എന്നായിട്ട് ദ്രോണാചാര്യൻ പറയുമ്പോൾ ആ ഉള്ള മമതാബുദ്ധി, എൻ്റെ എന്നുള്ള ബുദ്ധി, ധാർഷ്ട്യം, ഇതേ സ്വരത്തിൽ തന്നെയാണ് ധൃതരാഷ്ട്രം സംസാരിക്കണേ. എൻ്റെ കൂട്ടരും പാണ്ഡവരും എന്നുള്ളത് രണ്ടും ഒരുപോലെ കണക്കാക്കാം. ഇനി ശൂരന്മാരായിരിക്കുന്ന വില്ലാളികളെ എടുത്ത് പറയാണ്. ആരൊക്കെയാണ് പാണ്ഡവപക്ഷത്തുള്ള യോഗ്യന്മാരായിട്ടുള്ള യോദ്ധാക്കള്? അത്ര ശൂരാമഹേശ്വാസ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥ. അത്ര ശൂരാമഹേശ്വാസ, മഹേശ്വാസ അസ്ത്രവിദ്യയിൽ വളരെ മഹാന്മാരായിരിക്കുന്ന ശൂരന്മാരായിരിക്കുന്ന യോദ്ധാക്കൾ. ഭീമാർജുന സമാ, ഭീമനും അർജുനനും സമന്മാരായിരിക്കുന്ന വേറെ അനവധി യോദ്ധാക്കളുണ്ട് പാണ്ഡവപക്ഷത്ത്. അവരുടെ പേരുകൾ ഓരോന്നായിട്ട് യോഗ്യന്മാരായിട്ടുള്ള ആൾക്കാരുടെ പേരുകളെ എടുത്ത് ദ്രോണാചാര്യൻ പറയാണ് ദുര്യോധനൻ. യുയുധാനോ വിരാടശ്ച ഭാരത. യുയുധാന, ആരാ യുയുധാനൻ? സാത്വികി. സാത്വികയാണ്. സിനി രാജാവാണ് അദ്ദേഹം ആ ദേശത്തെ.
യാദവ സൈന്യത്തിന്റെ നായകനാണ്, അർജുനന്റെ ശിഷ്യനാണ്, ഭഗവാന്റെ ഭക്തദാസനാണ്. അങ്ങനെയാണ് സാത്വികി. യുയുധാനോ വിരാടസ്ഥ, വിരാട രാജ്യം. ആ വിരാട രാജ്യത്താണ് പാണ്ഡവന്മാരുടെ അജ്ഞാതവാസം. ഒരു കൊല്ലം പാണ്ഡവന്മാര് ഒളിവിൽ താമസിച്ചത് ഈ വിരാട ഭൂപന്റെ കൂടെയാണ്. ആ വിരാടനും ഇവിടെ യുദ്ധത്തിനായിട്ട് ഉണ്ട്. അത്ര ശൂരാമഹേശ്വാസ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥ. മഹാരഥന്മാരാണ് ദ്രുപദൻ. ദ്രോണരും ദ്രുപദനും ശത്രുക്കളാണ്. ഞാൻ പറഞ്ഞു കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, ദ്രുപദന്റെ പുത്രനായിട്ട് കൃഷ്ണജിമ്നൻ. ആ ദ്രുപദനും പാണ്ഡവപക്ഷത്തിൽ തന്നെ ഉണ്ട്. ഇവരൊക്കെ മഹാരഥന്മാരാണ്. മഹാരഥന്മാരെന്ന് പറഞ്ഞാൽ എന്താ? മഹത്തായിട്ടുള്ള രഥം ഓടിക്കാൻ പറ്റുന്നതിലൊന്നല്ല അതിന്റെ താല്പര്യം. യുദ്ധത്തിൽ മഹാന്മാരാണ്. അതായത് 10,000 സൈന്യങ്ങളോട് കൂടിയിട്ട് ഒരേ സമയത്ത് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാൻ കഴിവുള്ള വ്യക്തികളാണ് മഹാരഥന്മാർ. അർദ്ധരഥന്മാരുണ്ട്. 1000 മുതൽ 10,000 വരെ ആൾക്കാരെ ഒരുമിച്ച് നേരിടാൻ പറ്റുന്നവരാണ് അർദ്ധരഥന്മാര്. മഹാരഥന്മാര് 10,000-ന്റെ മുകളിലാണ്. അങ്ങനെ ഓരോരോ തരംതിരിവ് ഈ യോദ്ധാക്കൾക്കുണ്ട്. ഇപ്പോ 7 ആയുധങ്ങൾ ഒരുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന യോദ്ധാക്കൾ. ധനുശ്ചക്രം ച കുന്തം ച ഖഡ്ഗം ക്ഷുരികയേവച. 7 തരത്തിലുള്ള യുദ്ധ സാമഗ്രികൾ പറയുന്നുണ്ട്. ഇത് 7 തരത്തിലുള്ള യുദ്ധ സാമഗ്രികളും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളെ പറയുന്ന പേരാണ് ഭാർഗവൻ. 2 തരത്തിലുള്ള ആയുധങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളാണ് യോദ്ധാവ്. ഒരായുധത്തിനെ കൈകാര്യം ചെയ്യുന്ന ആളാണ് കണകൻ. ഇങ്ങനെ ഇതൊക്കെ തരംതിരിവുണ്ട്, വിഭാഗങ്ങളുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട് ആര്? ഭാർഗവരാമൻ, പരശുരാമൻ. പരശു കയ്യിലുള്ള രാമൻ, പരശുരാമൻ അല്ലെ? ഭാർഗവരാമൻ. ഈ കേരളത്തിന് പേരുണ്ട് ഭാർഗവക്ഷേത്രം. പരശുരാമൻ നേടിത്തന്നതായിട്ടുള്ള ഭൂമിയാണ് ഭാർഗവക്ഷേത്രം. 21 തവണ ക്ഷത്രിയന്മാരെ കൊന്നൊടുക്കിയിട്ടുള്ള ബ്രാഹ്മണനാണ് പരശുരാമൻ. എന്നിട്ട് അദ്ദേഹത്തിന്റെ മഴു, അതായത് ഈ പരശു എറിഞ്ഞിട്ടുണ്ടായിട്ടുള്ള ഭൂമി, ആ എറിഞ്ഞപ്പോൾ ആ ഭൂമിയിൽ ആ വെള്ളം മാറി നിന്ന്, കടലിലെ വെള്ളം മാറിയിട്ട് അത് കരയായിട്ട് മാറുകയാണ്. കന്യാകുമാരിയിൽ നിന്ന്, ഗോകർണത്തിൽ നിന്ന് കന്യാകുമാരി വരെ ഉള്ള ഭാഗം, ഈ ഭാഗമാണ് ഭാർഗവക്ഷേത്രം. പരശുരാമക്ഷേത്രം എന്നും അതിന് പേര് പറയും. ഭാർഗവക്ഷേത്രവും പരശുരാമക്ഷേത്രവും. അദ്ദേഹം ഈ അസ്ത്രവിദ്യ, ഭാർഗവനാണ്. എല്ലാ തരത്തിലുള്ള ആയുധങ്ങളും പ്രയോഗിച്ച് പരിചയമുള്ള ആളാണ് ഭാർഗവൻ. അതിവിടെ ബ്രാഹ്മണന്മാരെല്ലാം ക്ഷത്രിയന്മാരെല്ലാം ഒന്നൊടുക്കിയിട്ട് 7 ബ്രാഹ്മണ കുടുംബങ്ങൾക്കായിട്ട് അദ്ദേഹം കൊടുക്കുകയാണ് കേരളത്തിൽ. ആ ബ്രാഹ്മണ കുടുംബങ്ങള് പിന്നെയാണ് കളരി കെട്ടി അദ്ദേഹം 108 പ്രതിഷ്ഠ നടത്തി. കേരളത്തില് 21 കളരി കെട്ടി 42 ഗുരുക്കന്മാരെ നിയോഗിച്ചു. എന്നിട്ട് ഇതിന്റെ കാവലിനായിട്ട് നാഗപ്രതിഷ്ഠകൾ നടത്തി. അങ്ങനെ ഇതെന്നും നിലനിൽക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി കേരളത്തിൽ ഉണ്ടാക്കി. അങ്ങനെ കേരളത്തിൽ ഇന്നും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ വീട്ടിലും കാണാം കളരി, അല്ലേ? ആ കളരിയൊക്കെ അന്ന് പരശുരാമന്റെ കൽപ്പനയാണ്. അതൊന്നും നമ്മൾ തുടർന്നു പോകുന്ന ഒരു പാരമ്പര്യമാണ്. സന്ധ്യ ചെയ്യാൻ കളരിയിൽ വിളക്ക് വെക്കണമെന്ന് പറയുന്ന കുടുംബങ്ങള് കളരിയിൽ നമസ്കരിക്കുക, അവിടെ അശുദ്ധി വരാതെ സൂക്ഷിക്കുക. ഇന്നും നമുക്ക് ഓരോരോ കുടുംബങ്ങളിൽ അതുണ്ട്. പലവയ്ക്കലും ഇല്ലാത്തവയ്ക്കലുമുണ്ട്. പഴയ കുടുംബങ്ങൾ തറവാടുകളിലൊക്കെ ഉണ്ടാവും. നാഗപ്രതിഷ്ഠ ഉണ്ടാവും, സർപ്പക്കാവ് ഉണ്ടാവും.
പരശുരാമൻ. രാമശബ്ദത്തിന് എന്താണ് അർത്ഥം? രാമൻ എന്ന് പറഞ്ഞാൽ ശ്രീരാമനെയാണ് നമുക്ക് ഓർമ്മ വരിക. വില്ലെടുത്തതിൽ ഞാനാണ് ശ്രീരാമൻ, ശ്രീരാമനാണ് ഞാൻ എന്നായിട്ട് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. വില്ലെടുത്തതിൽ അർജുനനല്ല പറയുന്നത്. വില്ലാളി വീരന്മാരില് രാമൻ, അതിന് സമാനം വേറൊരു ആളില്ല. രാമരാവണ യുദ്ധം ച രാമരാവണ യോനിവ. രാവണ യുദ്ധത്തിന് സമമായിട്ട് രാമരാവണ യുദ്ധം മാത്രമേ ഉള്ളൂ. അതിനോട് ഉപമിക്കാനായിട്ട് വേറൊന്നുമില്ല. പാണ്ഡവന്മാരിൽ ഞാൻ അർജുനനാണെന്നാണ് പറയുന്നത് ഭഗവാൻ. വൃക്ഷങ്ങളിൽ ഞാൻ അശ്വത്ഥാണ്, വൃക്ഷങ്ങളിൽ ഞാൻ ആൽമരാണെന്നാണ്. പാണ്ഡവന്മാരിൽ ഞാൻ അർജുനനാണ്, വില്ലെടുത്തവരിൽ ശ്രീരാമനാണ്. എല്ലാറ്റിനെയും ഉത്തമത്തിൽ നിൽക്കുന്നത് ഞാൻ തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പോ അർജുനൻ സവ്യസാചിയാണ്. ഇടത്തെ കൈകൊണ്ടും അസ്ത്രം പ്രയോഗിക്കാൻ ശക്തിയുള്ള ആളാണ്. എന്നാൽ കൂടി രാമ രാവണ യുദ്ധം ച രാമ രാവണയോനിവ. രാമരാവണ യുദ്ധത്തിൽ തുല്യമായിട്ട് രാമരാവണ യുദ്ധം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ആ രാമൻ എന്നുള്ള പദത്തിനർത്ഥം രകാരം അകാര മന്ത്രങ്ങളാണത്. വെറും പദല്ല രാമൻ. രാമ. വൈഷ്ണവാംശാണ് രകാരം, ശൈവാംശാണ് മകാരം. വൈഷ്ണവശക്തിയും ശൈവശക്തിയും ഒരുപോലെ സമ്മേളിക്കുന്നതായ വ്യക്തി, അതാണ് രാമൻ. ആ വൈഷ്ണവശക്തിയും ശൈവശക്തിയും ഒരുപോലെ സമ്മേളിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് പരശുരാമൻ. ആ പരശുരാമൻ, ശ്രീരാമൻ ശൈവജാമത്തെ ഖണ്ഡിച്ച് സീതയെ വിവാഹം കഴിച്ചതിന് ശേഷം തിരിച്ചു വരുന്ന സമയത്ത് വഴിയിൽ തടുക്കുകയാണ് പരശുരാമൻ. എന്റെ ഗുരുവിന്റെ ചാപത്തെ ഖണ്ഡിക്കാനുള്ള രാമൻ ആരാണ്? രാമപദത്തിന് അർഹനായിട്ട് ഞാനാണ് ഭൂമിയിലുള്ളത്. വൈഷ്ണവ ശക്തിയും ഒരുപോലെ ശൈവശക്തിയും രണ്ടും കൂടി സ്വായത്തമാക്കിയിട്ടുള്ളതാണ് ഞാനാണ്. വേറെ ഏതായാലും രാമൻ എന്നുള്ള ഗർവനോട് കൂടിയിട്ട് വന്ന് തടുത്ത് യുദ്ധത്തിന് വിളിക്കുകയാണ് ശ്രീരാമൻ. വഴിയിൽ തടഞ്ഞു നിർത്തി. എന്നിട്ട് ഒരു വൈഷ്ണവജാപത്തെ കൊടുക്കുകയാണ്. ശൈവജാപത്തെ ഖണ്ഡിച്ചുല്ലോ, അത് വൈഷ്ണവജാപം. എന്നുവെച്ചാൽ ശൈവവും വൈഷ്ണവും കൂടിയതാണോ രാമൻ? രണ്ടും ഒരുപോലെ സ്വായത്താണ്. ആ വൈഷ്ണവജാപത്തിന് എടുത്തുകൊണ്ട് ഖണ്ഡിക്കാൻ പറയാ. അദ്ദേഹം അത് വെച്ച് വളരെ നിഷ്പ്രയാസം ആ കൃത്യം നിർവഹിക്കുകയാണ്. അപ്പോഴാണ് പരശുരാമന് മനസ്സിലാവുന്നത് ഈ സാക്ഷാൽ വിഷ്ണുവാണ്, വേറൊരാൾക്കത് ചെയ്യാൻ സാധ്യമല്ല. വിഷ്ണുവിന്റെ അടുത്ത് ഞാൻ കൊടുക്കുന്നത് വൈഷ്ണവജാപേ, വേറൊരാളുടെ അടുത്താലില്ലോ. വിഷ്ണുവിന്റെ ജാപം വിഷ്ണുവിന്റെ അടുത്ത് കൊടുത്തിട്ട് പരീക്ഷിക്കുകയാണ്. അപ്പോ പരശുരാമൻ ആ ഗർഭം നശിച്ച് അദ്ദേഹം ഭഗവാന്റെ അടുത്ത് ക്ഷമാപണം ചെയ്ത് സഖ്യത്തോടു കൂടി വിരമിക്കുകയാണ്. അതാണ് രാമശബ്ദത്തിനർത്ഥം. ഇപ്പോ തത്ര ശൂരാമഹേശ്വാസ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥ. മഹാരഥന്മാര്, മഹാരഥൻ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ പറയേണ്ടി വന്നത്. ദൃഷ്ടകേതു, ചേരി രാജ്യത്തിലെ രാജാവ് ശിശുപാലൻ. ആ ശിശുപാലന്റെ പുത്രനാണ് ദൃഷ്ടകേതു. ശിശുപാലൻ എന്നും ശത്രുവായിരുന്നു ഭഗവാൻ. കംസനെ പോലെ തന്നെയാണ് ശിശുപാലൻ, എന്നും ശത്രുവാണ്. എപ്പോഴും മനസ്സില് ഭഗവാന്റെ വിചാരമാണ്, വൈരഭക്തിയാണെന്ന് മാത്രം. കംസനും ശിശുപാലനും രാവണനും ഒക്കെ ഉണ്ടായിട്ടുള്ള ഭക്തി വൈരഭക്തിയാണ്. വൈരത്തിന് തീവ്രത കൂടും ഭക്തി. ഏത് സമയത്ത് ഈ വിചാരമാണല്ലോ. വേറെ ഏത് ഭക്തിയും നമുക്ക് ഏത് സമയത്ത് വിചാരം ഉണ്ടായിക്കൊള്ളുന്നില്ല. വൈരഭക്തി ആകുമ്പോൾ എപ്പോഴും ഭയം കൊണ്ടുള്ളൊരു ഭക്തി, അതിലുള്ള സായുജ്യം. പക്ഷെ അതിന്റെ രൂപം വൈരായതുകൊണ്ട് മരണമായിട്ടാണ് സായുജ്യം. ആ ശിശുപാലന്റെ ചേരി രാജ്യത്തെ ശിശുപാലന്റെ പുത്രനാണ് ദൃഷ്ടകേതു. ചേകിതാന ആരാ? 9 അക്ഷൗഹിണി സൈന്യത്തിന്റെ നായകനാണ്. വിഷ്ണുവംശത്തിന്റെ സൈന്യ നായകൻ. വിഷ്ണുവംശത്തിലാണല്ലോ കൃഷ്ണൻ ജനിച്ചിരിക്കുന്നത്.
ആ ഋഷിവംശത്തിന്റെ നായകനാണ് സേനയുടെ ചേകിതാനം. കാശിരാജശ്ച വീര്യവാൻ, വീര്യവാനായിരിക്കുന്ന കാശിരാജാവ്. പുരുജിൽ കുന്തിഭോജശ്ച, കുന്തിയുടെ സഹോദരന്മാരാണ്. പുരുജിൽ കുന്തിഭോജശ്ച, കുന്തിയുടെ സഹോദരൻ. ശൈബ്യശ്ച നരപുംഗവ, ശൈബ്യ യുധിഷ്ഠിരന്റെ വേറൊരു പത്നി ദേവിക. ആ ദേവികയുടെ അച്ഛനാണ് ശൈബ്യൻ. ഇങ്ങനെയുള്ള നരപുംഗവന്മാരാണ് യുദ്ധത്തിന്. യുധാമന്യുശ്ച വിക്രാന്ത ഉത്തമൗജശ്ച വീര്യവാൻ. യുധാമന്യുശ്ച വിക്രാന്ത, വിക്രമന്മാരായിരിക്കുന്ന യുധാമന്യു, ഉത്തമൗജസ്, ഇവരൊക്കെ ആരാണ്? ഇവര് പാഞ്ചാല രാജകുമാരന്മാരാണ്. രണ്ടുപേരും സഹോദരന്മാരാണ്. യുധാമന്യു ഉത്തമൗജസ്സും സഹോദരന്മാരാണ്, പാഞ്ചാല രാജകുമാരന്മാരാണ്. ഇവരെ അവസാനം കൊല്ലും. ആര്? ദ്രോണാചാര്യരെ മകൻ അശ്വത്ഥാമാവ്. ഈ രണ്ടുപേരെയും അശ്വത്ഥാമാവ് വലിയൊരു പാതകം ചെയ്യും. അവസാനം യുദ്ധത്തിന് 18 ദിവസത്തെ യുദ്ധമാണ്. 10ാം ദിവസമാണ് ഭീഷ്മപിതാമഹന്റെ വീഴ്ച. അത് കഴിഞ്ഞ് അവസാനമായപ്പോഴേക്കും ഈ യുധിഷ്ഠിരന്, ദുര്യോധനന് യാതൊരു രക്ഷയില്ല. ഇനി ദുര്യോധനന്റെ സകല സൈന്യവരും അവസാനിച്ച് യുദ്ധത്തിന് വരുന്നതിന് മുമ്പായിട്ട് പാണ്ഡവന്മാര് ഉറങ്ങിക്കിടക്കുന്ന അവസരത്തില് പാണ്ഡവ സൈന്യത്തിലെ ആ സന്നാഹത്തിൽ ചെന്നിട്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ കൊല്ലുക. രാത്രി ഉറങ്ങിക്കിടക്കുന്ന യോദ്ധാക്കളെ കൊല്ലാണ് അശ്വത്ഥാമാവ്. അതിൽപ്പെട്ട 2 ആൾക്കാരാണ് ഈ യുധാമന്യം ഉത്തമൗജസ്സും. അവര് അശ്വത്ഥാമാവാണ് അവരെ നിഗ്രഹിക്കുക. ഉത്തമൗജശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ്വയേവ മഹാരഥാഃ. സൗഭദ്രോ അഭിമന്യു, അർജുനന്റെ പുത്രനായിരിക്കുന്ന അഭിമന്യു, സുഭദ്രയുടെ പുത്രൻ. സുഭദ്ര എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണന്റെ സഹോദരി സുഭദ്ര. ആ സുഭദ്രയുടെ പുത്രനായിരിക്കുന്ന അഭിമന്യു. ദ്രൗപദേയാശ്ച, ദ്രൗപദിയുടെ 5 മക്കളും. സർവ്വയേവ മഹാരഥാഃ, ഇവരൊക്കെ മഹാരഥന്മാരാണ്. ഒരാൾക്ക് കടപരിക്കുന്ന ആൾക്കാരാണ്.